കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് മക്കളുടെ പരീക്ഷയ്ക്ക് പറഞ്ഞേക്കുന്നതിൻ്റെ ഒരു തിക്കും തിരക്കും, അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്ത്, അതായത് അബുദാബി മുഷ്രിഖ് മാളിനടുത്താട്ടോ എൻ്റെ അസ് വർക്ക് ചെയ്യുന്നത്. അവിടെ നല്ല മഴയും ഇടിവെട്ടുമായിരുന്നു കേട്ടോ. അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളും പിന്നെ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോയും പിന്നെ അടുക്കളത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാത്തുവിൻ്റെ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും ഒത്തിണങ്ങിയ അടിപൊളി വ്ളോഗാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നലത്തെ വിശേഷങ്ങളാട്ടോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് പാത്തൂസിനെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് അവൾ പഠിക്കുന്ന രംഗങ്ങളും അതേപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ഫുള്ളായി കണ്ടാൽ മാത്രമാണ് അതെന്താന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. പാത്തൂസിനുള്ള പാലും വെള്ളം കേട്ടോ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങട് ചൂടാറാൻ വെച്ചു. അങ്ങനെ പാത്തൂസ് പാൽ വെള്ളമൊക്കെ കുടിച്ചിട്ടോ. അതിനുശേഷം കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ കുളിക്കാൻ പോയി. കുളിച്ച് യൂണിഫോമൊക്കെ അണിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതാ സെറ്റായിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളയപ്പം ചുട്ട് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പാത്തൂസിൻ്റെ സ്കൂളിൽ പോകുന്ന ബസ് സ്റ്റോപ്പിൽ ചെന്നെത്തിട്ടോ. അങ്ങനെ ഓട്ടോ വരുന്നുണ്ട്, ഉമ്മച്ചി ഓട്ടോ വരുന്നു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറി അവൾ പോയിട്ടോ. പാത്തൂസ് സ്കൂളിൽ പോയിട്ടോ പരീക്ഷയ്ക്ക്. അപ്പോൾ വേഗം തന്നെ ഞാൻ തേങ്ങ വറുത്തരയ്ക്കാനാട്ടോ പോകുന്നത്. എന്താണെന്നറിയോ, മോന് ഫോൺ കിട്ടണം. അവന് എക്സാം വിന്നറും അതേപോലെ തന്നെ സൈലം ക്ലാസ്സൊക്കെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പറഞ്ഞു ചോറും കറികളൊക്കെ വേഗം ആക്കാം, എന്നിട്ട് ഞാൻ ഫോൺ തരാമെന്ന് പറഞ്ഞു കേട്ടോ. വീഡിയോസും കാര്യങ്ങളും ടപ്പേന്ന് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാളികേരം ഒന്ന് സെറ്റായ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകമാണ്, കൊച്ചുള്ളിയും കേട്ടോ. ഒരു 5-8 കൊച്ചുള്ളിയും പെരുംജീരകവും പാകത്തിന് അങ്ങനെ ഇട്ടുന്നതായിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു പകുതി വറവാകുമ്പോൾ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി തേങ്ങ വറുത്തരച്ച് വെച്ച മീൻകറിക്ക് ഇത്ര രുചിയോ, നിങ്ങൾ ആരും കൊതിച്ചു പോകുന്ന അടിപൊളി തേങ്ങ വറുത്തരച്ച് വെച്ച മീൻകറിയാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, വേണ്ടവർ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത് ചൂടാറാനായിട്ട് വെക്കാനാട്ടോ പോകുന്നത്. 2 ടൈപ്പ് മീനാണ് കേട്ടോ. ഒന്ന് ഹമൂറും ഒന്ന് ശിലാവും കേട്ടോ. ഹമൂർ എന്ന് പറയുന്നത് ഇക്ക വാങ്ങിച്ചു വന്നാൽ കേട്ടോ. എൻ്റെ ആങ്ങളയ്ക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കൊടുന്നിട്ടുണ്ട്. പിന്നെ ശിലാവ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെ ഉമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചൂടാറിയ ശേഷം തേങ്ങ വറുത്തുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് പേസ്റ്റ് പരുവത്തി അരച്ച് സെറ്റാക്കി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്തേക്ക് ചാറൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുത്തരച്ച് സെറ്റാക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ തക്കാളി 2 അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിട്ടോ. പിന്നെ ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ 2 ചുള കൊടമ്പുളിയും ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ശിലാവ് ക്ലീൻ ചെയ്തുമ്പോൾ തന്നു കേട്ടോ കറി വയ്ക്കാനായിട്ട്. ഇങ്ങനെ നമ്മുടെ ചാറൊക്കെ കലക്കി സെറ്റാക്കിയില്ല. ഇനി അതൊന്ന് മൂടിയൊക്കെ കേട്ടോ നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കൊടപ്പുളിയുടെ പുളിയൊക്കെ നല്ല രീതിയിലൊന്ന് ചാറിലൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് മറയട്ടെ. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് മറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. ഇനി നമുക്കതിലേക്ക് എന്ത് ചേർക്കാം? നമ്മുടെ ശിലാവ് അടിപൊളി ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തോ. എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് മൂടി വയ്ക്കാനാട്ടോ പോകുന്നത്. അതൊന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് കാണാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കാം കേട്ടോ. മോന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കേൾക്കാനായിട്ട് ധൃതി കൂട്ടിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് എടുത്ത് വായോ, ഞാനതിൽ നെറ്റ് കണക്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവൻ ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ നെറ്റ് കണക്റ്റ് ആക്കി കൊടുത്തു. അവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കുക, പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചോർക്കഥ വാർത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആട്ടോ. അടിപൊളി വളരെ ടേസ്റ്റിയായ മീൻകറിയാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്.
ഇത്ര രുചിയോ തേങ്ങ വറുത്തരച്ച് വെച്ച ശിലാവ് മീൻകറിക്ക്. അപ്പോൾ അത് തൂളിക്കണം. അതിന് മുന്നേ കുറച്ച് മീൻ ഫ്രൈ ചെയ്യണം കേട്ടോ. അതിനായി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തീ നല്ല മൂലൊന്ന് കുറച്ച് വെച്ചിട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീതനൊക്കെ ഒന്ന് തുടയ്ക്കാം കേട്ടോ. അതൊക്കെ തുടച്ച് വെള്ളം കുടിക്കാനുള്ളത് ഇതാ ചെമ്പിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേഗം ചെന്ന് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയായ മീൻ ഫ്രൈ ആണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല, വേണ്ടവർ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ. ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ. ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഈ ചാനലൊന്ന് ഉഷാറാക്കുക കൂട്ടുകാരെ. എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് മീൻ കറി ഒന്ന് തൂളിക്കണം കേട്ടോ. അപ്പോൾ പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കറി അങ്ങോട്ട് തൂളിച്ചെടുത്തിട്ടോ. അതിന് ശേഷം മോനുള്ള ഫുഡ് എടുക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ അവന് ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ കറിയും അതേപോലെ തന്നെ മീൻ ഫ്രൈ ശിലാവ് മീൻ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി അവൻ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി മീൻകറി കണ്ട എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പാത്രത്തിലോട്ടിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തിട്ടോ. അതിന് ശേഷം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുടിക്കാനായിട്ട്. അപ്പോൾ വിറകൊന്നും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് അതങ്ങോട്ട് സെറ്റാക്കി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം 3 മണിക്ക് ശേഷമുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പാത്തൂസ് സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, അതായത് ഇന്നലത്തെ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നാളത്തേക്കുള്ള പരീക്ഷയ്ക്കുള്ള പഠിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളെ കയ്യിലുള്ള പെൻസിൽ അവൾക്ക് ടീച്ചറെ സമ്മാനമായി കൊടുത്തതാട്ടോ. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അവൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് സർപ്രൈസ് പെൻസിലാണ് അവൾക്ക് ഗിഫ്റ്റായിട്ട് ടീച്ചർ കൊടുത്തത്. അതും കൈ പിടിച്ച് നല്ല രീതിയിൽ എഴുതി പഠിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് എഴുതി പഠിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അതുകൊണ്ട് എഴുതി പഠിക്കാൻ ഇൻട്രസ്റ്റ് കൂടിയിട്ട് അത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ തന്നെ നല്ല തുള്ളി ചാട്ടായിരുന്നു കേട്ടോ. വളരെയധികം സന്തോഷത്തിലായിരുന്നു അവൾ കേട്ടോ. ഇനി കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? അബുദാബിയിലെ മുഷ്രിഖ് മാളിൻ്റെ അടുത്ത് അടിപൊളി മഴയാണ് കേട്ടോ. ഇടിവെട്ടും മഴയാണ്. അപ്പോൾ അതിലെ ദൃശ്യങ്ങൾ പകർത്തിയത് ഹക്കീമാണ് കേട്ടോ, ക്യാമറമാൻ ഹക്കീം. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് എടുത്ത് തന്നാട്ടോ. നല്ല മഴയാട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, ഇടിവെട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അയച്ചു തന്നാട്ടോ. ഇടിവെട്ടും മഴ എന്ന് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആ രീതിയിലാട്ടോ മഴ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി അടുത്തതായി എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്? സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ. വന്നിട്ടുണ്ട് കേട്ടോ, കൊറിയർ കാണാം കേട്ടോ. പെട്ടിയൊക്കെ പൊളിച്ചു കേട്ടോ. കണ്ടോ ഈ പെട്ടിയിൽ എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? 4 പെട്ടികൾ വീതമുണ്ട് കേട്ടോ. ഓരോ പെട്ടികളിലും എന്തായിരിക്കും? കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. കണ്ടോളൂ, ജ്യൂസ് ഗ്ലാസ് ആട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാൽ ഈ ഒരു ഗ്ലാസ്സിൽ കുടിച്ചാൽ പള്ള നിറയിട്ടോ, വയറ് നിറയും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.